ഇതാണ് കതിരാൻ തുരങ്കം. 2024 നവംബറിലാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ ഈ കതിരാൻ തുരങ്കം കാണുന്നത്. തൃശ്ശൂർ ടു പാലക്കാട് നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഏതാണ്ട് 3 മാസത്തോളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ച വീഡിയോ ആണ്. നമ്മൾ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു വളപ്പിൽ മൊത്തം പേൾ ഗ്രാസ് വെക്കണം എന്നൊക്കെ. ആദ്യം നമ്മളിങ്ങനെ അടുത്തുള്ള നഴ്സറീസിൽ നിന്നൊക്കെയാണ് പേൾ ഗ്രാസിൻ്റെ ഷീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷീറ്റ്സ് കിട്ടുമ്പോഴേക്കും അത് ആകെ മഞ്ഞിച്ചിട്ടുണ്ടാവും പുല്ല്. അപ്പം നമുക്ക് വെച്ചിട്ട് അതിൻ്റെ ഗ്രോത്തിനൊക്കെ ഒരുപാട് ടൈം പിടിക്കുന്ന പോലെയും എന്തൊക്കെ ക്വാളിറ്റി കുറവുള്ള പോലെയും തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു നില ഗാർഡൻ്റെ ഇങ്ങനെ വീഡിയോ കണ്ടത്. അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവാൻ വിചാരിച്ചു. അപ്പോൾ ഈ സ്ഥലം ഏതാണ്ട് തൃശ്ശൂർ മണ്ണുത്തിന്ന് 25 കിലോമീറ്റർ മാറിയിട്ട് കല്ലേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഷീറ്റ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് തരിക. അപ്പം നമുക്ക് ആവശ്യമുള്ള ഷീറ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഇവർക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു യാത്ര ആലോചിച്ചിട്ടാണ് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ പുല്ലിൻ്റെ ഷീറ്റ് അങ്ങനെ വെച്ചെടുക്കല്ല ചെയ്തത്. മണ്ണിലിങ്ങനെ ചെറിയ ചെറിയ തൈകൾ എടുത്തിട്ട് നട്ടുകൊടുക്കുകയാണോ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മണ്ണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മണ്ണെല്ലാം ഇളക്കി മറിച്ചിട്ട് അതിന് കല്ലുകളൊക്കെ എടുത്ത് മാറ്റി ജൈവവളമൊക്കെ ഇട്ടുകൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇത്രയും ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ പുല്ല് പിടിക്കാത്ത പോലെ തോന്നി. അത് ഈ വെള്ളമൊക്കെ വീണിട്ട് ഭയങ്കരമായിട്ട് തറഞ്ഞു പോയ സ്ഥലങ്ങളിലായിരുന്നു പുല്ല് പിടിക്കാൻ ബുദ്ധിമുട്ട്. അത് വീണ്ടും നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊത്തി ഇളക്കി കൊടുത്ത് അവിടെ ചകിരിപ്പൊടിയും ജൈവവളവും ഒക്കെ ഇട്ടുകൊടുത്ത് ആണ് ചെയ്തത്. അപ്പോൾ വീണ്ടും അങ്ങനെയുള്ള ഏരിയകളൊക്കെ പുല്ല് വന്ന് സെറ്റായി. പിന്നെ വെള്ളത്തിൻ്റെ നനയുടെ കാര്യം വേനൽ സമയം ആകുമ്പോൾ നമ്മൾ ഒന്നരാടം നന്നായിട്ട് നനച്ചു കൊടുക്കണം. പിന്നെ ഹൈബ്രിഡായ കാരണം കൊണ്ട് ഇതിനിങ്ങനെ വെട്ടുക കാര്യങ്ങളൊക്കെ ഒരുപാട് പൊന്തി വരില്ല. അപ്പോൾ ഇതിന് ലോ മെയിൻ്റനൻസ് ആണ്. പിന്നെ ഈ ചെതല് പുഴുക്കേട് അതൊന്നും അത്ര പെട്ടെന്ന് വരാത്ത ഒരു ബ്രീഡാണ് ഇത് കേട്ടോ. പിന്നെ ഏതാണ്ട് 2 മന്ത്സ് ആയപ്പോഴേക്ക് നമുക്കിത് ഇത്രയും തിക്നെസ്സിൽ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ടായിരുന്നു. ഇടയിൽ നിന്ന് പുല്ല് പറിക്കൽ ചെറിയൊരു ടാസ്ക്. ഇത് നന്നായിട്ട് വളർന്ന് വരുന്ന വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ വല്ലാണ്ട് പുല്ല് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയിൽ വരില്ല. പിന്നെ ഒരു നിശ്ചിത സമയം ഇടവിട്ടിട്ടുള്ള വളമിടൽ അതൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് കേട്ടോ. പുല്ലുണങ്ങാതിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, പുല്ലിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടാതിരിക്കാനൊക്കെ വേണ്ടി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റ് വിശേഷങ്ങളായിട്ട് വേറെ വീഡിയോസിൽ കാണാം. ടിൽ ദെൻ ബൈ.